വിവാദമായ മുനമ്പം ഭൂമി കേന്ദ്ര സർക്കാരിന്റെ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡിനെതിരെ പോരാട്ടം ശക്തമാക്കാൻ സമരസമിതി തീരുമാനം. തർക്കത്തിലുള്ള 404 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന വഖഫ് ബോർഡ് കേന്ദ്രത്തിന്റെ സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനുള്ള കേന്ദ്രീകൃത ഡാറ്റാബേസ് സംവിധാനമാണ് ഈ പോർട്ടൽ. ഭൂമിയുടെ മുത്തവല്ലി സ്ഥാനം വഖഫ് ബോർഡ് നേരിട്ട് ഏറ്റെടുത്തതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്നാൽ വഖഫ് പോർട്ടലിൽ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് വഖഫ് ബോർഡ് നികുതി അടച്ചു വരുന്ന ഭൂമിയായിരിക്കണം. ഭൂമിക്ക് കൈയവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ പോക്കുവരവ് നടത്തിയിരിക്കുന്നതുമായിരിക്കണം. ഈ 3 രേഖകളും ഇല്ലാത്ത ഭൂമിയാണ് നിലവിൽ വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻപത്തെ ഈ ഭൂമി വഖഫ് സ്വത്താണോ അതോ വെറും ഒരു ദാനപത്രമാണോ എന്നതുമായി ബന്ധപ്പെട്ട കേസ് വഖഫ് ട്രൈബ്യൂണലിന്റെ സജീവ പരിഗണനയിൽ ഇരിക്കെയാണ് ബോർഡിന്റെ ഈ നിർണായക നീക്കം. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി പ്രകാരം രാജ്യത്ത് വഖഫ് സ്വത്തുക്കളെല്ലാം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സ്വത്തുക്കൾക്ക് മാത്രമേ വഖഫ് നിയമപ്രകാരമുള്ള സംരക്ഷണം ലഭിക്കൂ എന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം വഖഫ് സ്വത്തുക്കൾക്കുമൊപ്പം മുനമ്പം ഭൂമിയും പോർട്ടലിൽ ഉൾപ്പെടുത്തിയത്. മുൻപ് ഫറൂഖ് കോളേജിന്റെ കൈവശമായിരുന്ന ഈ ഭൂമി അനുമതിയില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വഖഫ് ബോർഡ് മുത്തവല്ലി സ്ഥാനം ഏറ്റെടുത്തത്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താലും ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് തങ്ങൾ ഉന്നയിച്ച വാദങ്ങളിൽ മാറ്റമില്ല എന്ന് സമരസമിതി വ്യക്തമാക്കി. നിയമപ്രകാരമല്ലാതെ ഭൂമി രജിസ്റ്ററിൽ ചേർത്ത് വഖഫ് ബോർഡ് അടിയന്തരമായി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് സമരസമിതി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. അതേസമയം മുൻപത്തെ വിവാദ ഭൂമി വഖഫ് സ്വത്തല്ലെന്ന തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഈ നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകും. മുൻപ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട വഖഫ് ബോർഡാണ് ഈ ഭൂമി കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. പുതിയ സർക്കാർ ബോർഡ് ഇതുവരെ പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്നും അവർ പോകുന്ന പോക്കിൽ ചെയ്ത കാര്യമാണിതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.